ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നു. അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളി പറയുന്നുണ്ട്, പാർട്ടിയൊന്നും പറയില്ല, ആരെയും വ്യക്തിഹത്യ ചെയ്യില്ല, പക്ഷേ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു, ഒരു പാർട്ടിയുടെയും പിന്തുണ തനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പിന്തുണ കൊടുക്കും എന്നും പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വതന്ത്രനായിട്ട് ജി സുധാകരനെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ CPM പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ബാധിക്കും? ഇപ്പോൾ അമ്പലപ്പുഴയിലാണ് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചെടുത്തിരിക്കുന്നത്. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴയിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് H. സലാം എന്ന് പറയുന്ന നേതാവാണ്. എന്താണ് ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്, എന്താണ് ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാൾക്ക് പാർട്ടി നൽകാതിരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, ഇപ്പൊ ജി സുധാകരനെ പോലെ ഒരു നേതാവിന് 2006 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ MLA ആയിരിക്കാനുള്ള അവസരം നൽകിയത് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. വേറെ ഒരു പാർട്ടിയും, അദ്ദേഹം 10 വർഷമായിട്ട് CPM തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. ഏതൊരു പാർട്ടിയിലായിരുന്നെങ്കിലും, കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം ആയിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അവസരം ലഭിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം അദ്ദേഹത്തിന് അവിടുത്തെ രാഷ്ട്രീയ പ്രാതിനിധ്യം കണക്കിലെടുത്തുകൊണ്ട് അവിടെയുള്ള അദ്ദേഹത്തിന്റെ ബാക്കി എന്താണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് അവിടെ കൊടുത്തിരുന്ന ഒരു വലിയ പ്രാമാണിത്യം ഉണ്ടായിരുന്നു. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാർട്ടി അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം 2 തവണ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. 2 തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന്റെ VSന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം സഹകരണ വകുപ്പും ദേവസ്വം ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പുറത്ത് പിന്നീട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് അവിടെ പൊതുമരാമത്ത് വകുപ്പും രജിസ്ട്രേഷനും എന്നീ പറയുന്ന 2 വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പല ആവർത്തി 2 തവണ മന്ത്രിയാവുകയും നിരവധി തവണ MLA ആവുകയും ചെയ്ത ഒരു വലിയ നേതാവ് തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ H. സലാം മത്സരിച്ചു. സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊരു സംശുദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ട കാര്യം എന്താ, അവിടെ നിന്നുകൊണ്ട് ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പിന്നെ അവിടെ ഇദ്ദേഹത്തിന്റെ, അതായത് H. സലാമിന്റെ പ്രചരണത്തെ കൊഴുപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ പോയി പാരപണിയുക എന്നുള്ളതല്ല ചെയ്യേണ്ടിയിരുന്നത്. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടിയിരുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇപ്പം പിണറായി വിജയൻ അടുത്ത ടൈമോട് കൂടി മത്സരത്തിൽ രംഗത്ത് നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ നാളെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ CPM വിടുന്നു, എന്നെ പാർട്ടി വേണ്ട രീതി പരിഗണിച്ചില്ല എന്ന് പിണറായി വിജയൻ പറയുന്ന അവസ്ഥയിൽ ആലോചിച്ച് നോക്കി. എന്നിട്ട് പറയണേ, ഞാൻ പിന്നെ പാർട്ടി വിട്ടുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. എന്ത് അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അത് പറയേണ്ടി വരിക? എന്ത് അടിസ്ഥാനത്തിലാണ് പാർട്ടി പിണറായി വിജയനെ പരിഗണിച്ച്? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന ഒരാള്, ഒരു തവണ പിന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാൾ പരിഗണിച്ചില്ലേ? പാർട്ടി പരിഗണിച്ചു. MLA ആവാൻ അവസരം കൊടുത്തില്ലേ? കൊടുത്തു. പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്നില്ലേ? ഇരുത്തി. പിന്നെ ഏത് രീതിയിലാണ് ഇപ്പം ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരാളാണ് ജി സുധാകരൻ. അപ്പം അങ്ങനെ പാർട്ടി കൊടുക്കാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങളെല്ലാം നൽകി അതിനുശേഷം ഇറങ്ങി വന്നിട്ട് പറയാണ്, എന്നെ പാർട്ടി പരിഗണിച്ചില്ല. എന്നിട്ട് പറയുന്നു, ആരൊക്കെയോ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നത്. ഇതിന്റെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാർട്ടിയിൽ ഒരാൾ അല്പം ഇതായിട്ട് നിൽക്കുകയാണ്, ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം. സുധാകരൻ കുറച്ചു കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. പാർട്ടി പറയുന്ന പ്രായാധിക്യം 10-25 വയസ്സിന് മേലായി കഴിയുമ്പോൾ പാർട്ടി സ്വാഭാവികം എന്നോണം ഒരു ഇത് കൊടുക്കും. സ്വാഭാവികമാണ്, അതെല്ലാ പാർട്ടിയിലും ഉള്ളതാണ്, കോൺഗ്രസിലില്ല എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഇളവല്ല, ഒന്ന് മാറ്റി നിർത്തലുണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അതൊക്കെ അങ്ങോട്ട് മാറ്റുന്ന സ്വാഭാവികമായി നടക്കുന്നൊരു പ്രവർത്തനമാണ്. തന്നെയുമല്ല, ഈ സമയത്ത് അമ്പലപ്പുഴയിൽ H. സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ജി സുധാകരൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വലിയ വിവാദവും കൂടി അവിടെ ഉണ്ടായി. അപ്പം ഇങ്ങനെ പറയുന്ന വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന സമയത്ത് സ്വാഭാവികമെന്നാണ് ജി സുധാകരനെ മാറ്റി നിർത്തി. എന്നാൽ ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊന്നും ഇല്ല എന്ന് പ്രൂവ് ചെയ്യുക ചെയ്യണം. എന്നാൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സുധാകരൻ പാർട്ടിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി. പാർട്ടി എന്നിട്ട് പറയുന്നത്, പാർട്ടി അങ്ങനെയാണ്, പാർട്ടി ഇങ്ങനെയാണ്, എന്നെ പരിഗണിച്ചില്ല. ഇത് വന്നപ്പോൾ മനസ്സിലായി, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ അസ്വസ്ഥനാണ് എന്നുള്ള വിവരം ജനത്തിന് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ അപ്പൊ ഈ അവസരം മുതലെടുക്കാനിരിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് ഇപ്പം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ടീമുകളുണ്ട്. അവരെ മൊത്തത്തിൽ എങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല, അവരെല്ലാം കൂടി വന്നിട്ട് എന്ത് ചെയ്തു, കുറെ മുഖമില്ലാത്ത കുറെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് ഇദ്ദേഹത്തിനെതിരായി ചീത്തവിളിയും ബഹളം തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും
ജി സുധാകരൻ ആരെയാണ് സംശയിക്കുക? പാർട്ടി പ്രവർത്തകർ അങ്ങനെ ചെയ്തു എന്നാണ് വിശ്വസിക്കുക, അല്ലേ? അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം പറഞ്ഞു പാർട്ടി പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളുടെ അടുത്ത് തെറി വിളിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ട് ചോദിക്കാൻ ആരും ചെന്നിട്ടില്ല. ആരോട് ചോദിക്കാനാണ്? അതിൽ പാർട്ടി നടപടി എടുത്തില്ല. ആർക്കെതിരെ നടപടി എടുക്കാണ്ട്? മുഖമില്ലാത്ത കുറെ പേർക്കെതിരെ എന്ത് നടപടിയാണ് പാർട്ടി കൈക്കൊള്ളേണ്ടത്? എന്നിട്ട് ഇതേപോലെ തന്നെ ജി സുധാകരൻ വയ്യായിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം വന്നിരുന്നു, കെ സി വന്ന് സംസാരിച്ചിട്ട് പോയി. അന്ന് പറഞ്ഞു സൗഹൃദ സംഭാഷണം മാത്രമാണ് നടന്നത്, വേറെ ചർച്ചകളൊന്നും നടന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJPയുടെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഒന്നും വേണ്ടെന്നല്ല പറയുന്നത്, അതിനൊക്കെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കെ സി മാത്രമാണ് ആ കൂടിക്കാഴ്ചയെ കുറിച്ച് മാന്യമായി ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞു പോയത്. എന്നാൽ മാധ്യമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ ജി സുധാകരനെ കൊണ്ട് കഴിഞ്ഞില്ല. അല്ലെ ഇന്ന കാരണം കൊണ്ട് വന്നു, വയ്യാതിരിക്കുന്ന എന്നെ കാണാൻ വന്നു, ഇതായിരുന്നു ജി സുധാകരൻ നടത്തേണ്ട പ്രതികരണം. നിങ്ങൾ എന്തോ ഉണ്ടാക്കാൻ നോക്കുകയാണ്, നിങ്ങൾ ഇതിനകത്ത് വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് മാധ്യമങ്ങളുടെ നേരെ ചൂടാകുന്ന ഒരു ജി സുധാകരനെ നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെയല്ല പാർട്ടി തന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് സത്യത്തിൽ ജി സുധാകരൻ എല്ലാ കാലത്തും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് പുലർത്തി പോന്നിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. അപ്പോഴാണ് UDF പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികം മാത്രമാണ്. കാര്യം പാർട്ടിയിൽ നിന്ന് പിണങ്ങി ഇറങ്ങി വന്ന, പാർട്ടിയോട് കൂറില്ല എന്ന് പറയുന്നില്ല, പാർട്ടിയോട് പക്ഷെ ഒരു വഞ്ചന കാണിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന ഒരു നേതാവിനെ സ്വീകരിക്കാൻ UDF തയ്യാറാണ്. നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐഷ പോറ്റി ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കാം. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതായത് ഏത് ചവറ് സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് UDF. അത് തന്നെ, അതുകൊണ്ടാണല്ലോ ഐഷ പോറ്റിയെ പിടിച്ച് ഇപ്പൊ ഒരു കൊട്ടാരക്കര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. ഇപ്പൊ അമ്പലപ്പുഴയിൽ വന്ന് ഇനിയും ജി സുധാകരൻ ജയിച്ചു, മുന്നണിയും ജയിച്ചു എന്ന് വിചാരിക്കട്ടെ. ഇവര് ജി സുധാകരന് എന്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു? അതായത് മന്ത്രിസ്ഥാനം കൊടുക്കുവോ ജി സുധാകരന്? എനിക്ക് തോന്നുന്നില്ല ജി സുധാകരൻ അവർ മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. കാര്യം LDFന്റെ അല്ലെങ്കിൽ CPMന്റെ ഒരു ഇതായിട്ട് വന്ന് സ്വതന്ത്രനായി നിൽക്കുന്ന ഒരാൾക്ക് മന്ത്രിസ്ഥാനം എടുത്ത് കൊടുക്കും. ഇവിടെ നിലവിൽ 13 മന്ത്രിമാരെന്ന് പറഞ്ഞ് 26 മന്ത്രിമാർ ഇപ്പൊ തന്നെ ഉണ്ട്. കോൺഗ്രസ് ഇപ്പൊ UDF ജയിച്ചു കഴിഞ്ഞാൽ 26 മന്ത്രിമാരുണ്ട്. എല്ലാവർക്കും മന്ത്രിമാരാവണം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടേം വ്യവസ്ഥ വെച്ചിട്ട് ഓരോ വർഷവും ഓരോ മന്ത്രിസഭ പുനഃസംഘടന വരേണ്ടി വരുമ്പോൾ UDF അധികാരത്തിൽ വന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജി സുധാകരൻ കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജി സുധാകരന് മന്ത്രിസ്ഥാനം കൊടുക്കുക? ഇതിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്ക് ഇനിയിപ്പം വേറൊരു തൃണമൂൽ കോൺഗ്രസിന്റെ PV അൻവർ എനിക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്ന് PV അൻവർ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൊടുക്കണ്ടേ? ഈ പറയുന്ന ഘടകകക്ഷികൾക്കെല്ലാം ഓരോ മന്ത്രിസ്ഥാനമെങ്കിലും മിനിമം കൊടുക്കണ്ടേ? അപ്പൊ ജി സുധാകരൻ സ്വതന്ത്രനായി നിൽക്കുന്ന ജി സുധാകരൻ മന്ത്രിസ്ഥാനം കിട്ടുമെന്നാണോ? ഏറ്റവും ഒടുവിൽ അവർക്ക് UDFനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഒരു MLA എന്നുള്ള നിലയിൽ മാത്രമാക്കി ജി സുധാകരനെ ഒതുക്കും. ജി സുധാകരൻ അല്ലാതെ UDFൽ വേണ്ടത്ര പരിഗണനയൊന്നും ജയിച്ചാൽ കിട്ടാൻ പോകുന്നില്ല, മുന്നണി ജയിച്ചാൽ കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ തോറ്റു കഴിഞ്ഞാൽ ജി സുധാകരൻ കാരണം ഒരു സീറ്റ് കാരണം ഞങ്ങൾ തോറ്റുപോയി എന്നൊരു വ്യാപകമായ പ്രചരണം നടത്തും. ഉറപ്പല്ലേ? ജി സുധാകരൻ എന്ന് പറഞ്ഞ കഴികെട്ട നേതാവിനെ ഞങ്ങൾ കൊണ്ടുവന്നു, അത് കാരണം ഞങ്ങൾക്ക് ഇത്തവണ സീറ്റ് പിടിക്കാൻ പറ്റിയില്ല, കഴിഞ്ഞു. ജി സുധാകരന്റെ വില അതോടുകൂടി പോയി. ഇനിയും ഇങ്ങനെ പോയിട്ട് തിരികെ പാർട്ടിയിലേക്ക് കയറി ഇനി അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം, അത് നടക്കില്ല. UDFന്റെ പിന്തുണയോടുകൂടി ജയിച്ചു നിൽക്കുന്ന ഒരാൾക്ക് നാളെ വന്നിട്ട് ഞാൻ ജയിച്ച് എനിക്ക് പിന്നെ ഇവിടെ മുന്നണി LDF ജയിച്ചു എന്നെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ LDF നീ സമ്മതിക്കൂ? LDF സമ്മതിക്കില്ല. അങ്ങനെ പ്രോട്ടോകോളും ഇല്ല, അങ്ങനെ ഒരു വ്യവസ്ഥയും ഇല്ല, നിയമവും ഇല്ല. ഇപ്പൊ സുധാകരൻ ആപ്പാടപ്പെടും. ഇതൊരു അനാവശ്യമായ ഒരു ചിന്താഗതിയായിരുന്നു ശരിക്കും. കാര്യം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതൊരു സൈദ്ധാന്തിക നിലയിലേക്ക് മാറി നിന്നുകൊണ്ട് പാർട്ടിയെ ദൂരെ നിന്നുകൊണ്ട് വീക്ഷിച്ച് തിരുത്തേണ്ടടുത്ത് തിരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ആ പാർട്ടിയെ തിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പം പാർട്ടിയെ തിരുത്തുക എന്ന് പറയാൻ തെറ്റായ കാര്യമൊന്നുമില്ല. പാർട്ടിയെ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. പല ഘട്ടങ്ങളിലും പല നേതാക്കന്മാരും പാർട്ടിയെ തിരുത്തേണ്ടത് തന്നെയാണ്. അവർ തിരുത്തേണ്ടത് എങ്ങനെയാണ്? പരസ്യമായി കുറെ ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് അവരുടെ മുന്നിൽ ഇരുന്നുകൊണ്ടല്ല സ്വന്തം പാർട്ടിയെ തിരുത്തേണ്ടത്. സ്വന്തം പാർട്ടി ഒരിക്കലും പാർട്ടിയോട് സ്നേഹവും കൂറുമുള്ള ഒരു നേതാവും പരസ്യമായി ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കില്ല. അവർ ചെയ്യുന്ന എന്താ? അതത് പാർട്ടി കമ്മിറ്റികളുമായി ചർച്ച ചെയ്യും. അതല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ നേരിട്ട് കാണും, ജില്ലാ സെക്രട്ടറിയോട് സംസാരിക്കും. ഇനി മുതിർന്ന നേതാവാണെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലല്ല അങ്ങ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ചെല്ലാനും സംസാരിക്കാനും. ഇപ്പം ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാളിനെ ഇവിടുത്തെ MV ഗോവിന്ദൻ മാഷിന് പിന്നെ പച്ച പകൽ പോലെ അറിയാവുന്നതല്ലേ. ഗോവിന്ദൻ മാഷിന്റെ ചെന്നിട്ട് ജി സുധാകരൻ സംസാരിച്ചിട്ട് ഇന്ന തിരുത്തലുകൾ വരുത്തണം, അത് രഹസ്യമായിരിക്കണം. എന്തുകൊണ്ടാണ് പാർട്ടി അത്തരക്കാരെ മുദ്രകുത്തി മാറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യ പ്രസ്താവന CPM പോലെ ഒരു പാർട്ടിക്കകത്ത് ഇല്ല. പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടല്ല പാർട്ടിയെ തിരുത്തേണ്ടതെന്നും പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പാർട്ടിയെ തിരുത്തേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു ധാരണ പാർട്ടിക്കുള്ളിലുണ്ട്. എന്തുകൊണ്ടാണ് ഇവരാരും ഇത് മനസ്സിലാക്കാത്തത്?
ഒരു മുതിർന്ന നേതാവ് എന്താ ചെയ്യേണ്ടത്? തന്റെ മണ്ഡലത്തിൽ തനിക്കൊപ്പം വളർന്നു നിൽക്കുന്ന അവിടുത്തെ യുവ നേതാക്കന്മാരെ മുൻനിരയിലേക്ക് എത്തിക്കാൻ വേണ്ട മോറൽ സപ്പോർട്ട് ചെയ്യുകയാണ് എപ്പോഴും ഒരു മുതിർന്ന നേതാവ് ചെയ്തു കൊടുക്കേണ്ടത്. നാളെ പിണറായി വിജയൻ ഇങ്ങനെ മാറി ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്താ? അടുത്ത തവണ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന കരുത്തനായ ഒരു നേതാവിനെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ഒരു പുതിയ നേതാവിനെ കണ്ടെത്തിക്കൊണ്ട് ആ നേതാവിനെ വളർത്തിക്കൊണ്ടുവന്ന് അടുത്ത തവണ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് ആ നേതാവ് വിജയിക്കാൻ വേണ്ട കരുക്കൾ നീക്കുകയാണ് പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് അടുത്ത തവണ ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് പകരമായി വന്ന് നിൽക്കുന്ന ഒരാളെ മത്സരിക്കാൻ നിൽക്കുന്ന ഒരാളെ പിന്നിൽ നിന്ന് വലിക്കുകയല്ല ചെയ്യേണ്ടത്. അത് നയവഞ്ചനയാണ് പാർട്ടിയോട് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശേഷം പ്രളയം എന്നാരും ചിന്തിക്കരുത്. ഇത് കഴിഞ്ഞും ഈ പറയുന്ന ജി സുധാകരൻ യങ്ങറായി നിന്നതിന് ശേഷമാണ് ഇങ്ങനെ എത്തിയത്. അപ്പൊ ജി സുധാകരന് മുമ്പുണ്ടായിരുന്ന നേതാക്കന്മാർ ഇതുപോലെ വിചാരിച്ചിരുന്നെങ്കിലോ? എത്രയും നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിലും ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടാകില്ലായിരുന്നു നമ്മുടെ കേരളത്തിൽ. അപ്പൊ അങ്ങനെ പിന്നാലെ വരുന്നവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുക എന്ന് പറയുന്ന ഏറ്റവും മഹനീയമായ ഒരു ദൗത്യം ചെയ്യേണ്ട നേതാക്കന്മാരാണ് ഏതൊരു പാർട്ടിയിലെയും മുതിർന്ന നേതാക്കന്മാർ. അല്ല, അവര് അധികാരം വെച്ചൊഴിഞ്ഞു പോകേണ്ട സമയത്ത് അവര് കൃത്യമായി അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതാണ് അവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു പകരം സ്വന്തം പാർട്ടിക്ക് തുരങ്കം വെച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയെ വഞ്ചിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയല്ല യഥാർത്ഥ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത്. അതും പ്രത്യേകിച്ച് ഇടതുപക്ഷം പോലെ ശക്തമായ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ അടിത്തറ ശക്തമായ ഒരു പാർട്ടിക്കാരൻ ചെയ്യേണ്ട അങ്ങനെയാണ്. ഇത് ചെയ്ത് വളരെ മോശമായ കാര്യമാണ്. ഇനിയിപ്പം എച്ച് സലാമിനെ ഇപ്പൊ കഴിഞ്ഞ തവണ 13,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എച്ച് സലാം അവിടെ വിജയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ജി സുധാകരൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ്. എം ലിജു ആയിരുന്നു കഴിഞ്ഞ തവണ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് 13,000 ചില്ലാനം വോട്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു 46-47% വോട്ട് പിടിച്ചു മാറ്റാൻ എച്ച് സലാം എന്ന് പറയുന്ന നേതാവിന് കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ സുധാകരൻ പറയുന്നത് മതനിരപേക്ഷ വോട്ടുകൾ എന്നിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അവിടെ മതനിരപേക്ഷ വോട്ടുകളല്ല വരാൻ പോകുന്നത്. അവിടെയൊക്കെ വരാൻ പോകുന്നത് ഇടതുവിരുദ്ധമായ UDF-ന്റേതായ കുറച്ച് മുസ്ലിം വോട്ടുകളുണ്ട്. ആ മുസ്ലിം വോട്ടുകൾ തനിക്ക് ലഭിക്കും എന്നുള്ള ഒരു ധാരണ പുറത്താണ് ഇപ്പോഴും ജി സുധാകരൻ അവിടെ നിൽക്കുന്നത്. പിന്നെ UDF-ന്റെ അടിസ്ഥാന വോട്ടുകൾ ഇതും കിട്ടും. എന്നാൽ പിന്നെ മറ്റൊരു കാര്യം കൂടി, UDF എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പാർട്ടിയുടെ വോട്ടുകൾ കൂടി ജി സുധാകരനിലേക്ക് മറിയും എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോൾ UDF പിന്തുണയ്ക്കുന്നത്. എന്നാൽ ശക്തമായ കേഡർ സംവിധാനമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. ഇടതുപക്ഷത്തിന് ശക്തമായ കേഡർ സംവിധാനമുള്ള ഒരു ജില്ല. അപ്പൊ അങ്ങനെ കേഡർ സംവിധാനമുള്ള അമ്പലപ്പുഴ പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ ഇനി സുധാകരനല്ല ആര് വിചാരിച്ചാലും നടക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം CPM-ന്റെ അടിസ്ഥാനപരമായ വോട്ടുകൾ മറിച്ച് ജി സുധാകരനിലേക്ക് എത്തും എന്നാണ് UDF കരുതുന്നതെങ്കിൽ അവിടെ തെറ്റാണ്. അതേസമയം UDF വോട്ടുകളും അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളും സുധാകരനൊപ്പം നിൽക്കും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടുത്തെ പാർട്ടി വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ കൂടുതലും എച്ച് സലാമിനെ പോലെയുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിലേക്ക് തന്നെ എത്തും. അപ്പം മത്സരം കുറച്ചുകൂടെ കടുക്കും എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ സ്ഥാനാർത്ഥിയെ എച്ച് സലാമിനെ പരാജയപ്പെടുത്തത്തക്ക ഒരു വലിയ ശക്തിയായി മാറും എന്നുള്ള ഒരു തോന്നലൊന്നും സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യം സുധാകരൻ ചെയ്ത് അങ്ങേയറ്റത്തെ നയവഞ്ചനാപരമായ പ്രവൃത്തി തന്നെയാണെന്ന് പറയേണ്ടി വരും.